ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഡയമണ്ട് സ്റ്റാർ പാറ്റേൺ ആണ്. ഓക്കെ, ഈ ഒരു പാറ്റേണും ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന മിറർ പാറ്റേൺ ആയിട്ട് തന്നെയാണ്. അതായത് ഈ ഒരു റോയിൽ നമ്മളൊരു മിറർ കൊണ്ടുപോയി വെച്ചാൽ മേലെയും താഴോട്ടും നമ്മൾ കാണുന്നത് സെയിം ആയിട്ട് തന്നെയാണ്. ഓക്കെ, ആ ഒരു വിധത്തിൽ നോക്കി ഇതും ഒരു മിറർ പാറ്റേൺ ആണ്. ഒരു മിറർ പാറ്റേൺ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മിറർ പിരമിഡൽ പാറ്റേൺ. ആ വിധത്തിൽ തന്നെ ഈ ഡയമണ്ട് ഞാൻ സോൾവ് ചെയ്യാൻ പോകണം. ഓക്കെ, ആ വിധത്തിൽ തന്നെ സോൾവ് ചെയ്യാനും പറ്റും. ഞാൻ ആദ്യം പെയിൻറ്റിങ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഐ ആണ്. ഐ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിറർ പാറ്റേൺ കഴിഞ്ഞ വീഡിയോയിൽ കാണാതെ കണ്ടിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ക്ലിയർ ആയിക്കോളും. ഇവിടെ 0 ഈ ഒരു തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 ഇവിടെ -1, ഇവിടെ -2, ഐൻ്റെ വാല്യൂ ആണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. -3, -4. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 1, 2, 3, 4. ഞങ്ങൾക്ക് ഒരു ടേബിൾ കൂടി ആവശ്യമായിട്ടുണ്ട്. ആ ഒരു ടേബിൾ ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു ടേബിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് വേരിയബിളായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളാണ് ഫസ്റ്റായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ. ആ n എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസ് തന്നെയാണ്. പക്ഷേ ഇവിടെ റോസ് എന്നുള്ളത് 0 തൊട്ട് -4 വരെ എണ്ണിയില്ല, അതുപോലെ 4 വരെ എണ്ണി. ഇങ്ങനെ ഒരു മിറർ പാറ്റേൺ ആണെങ്കിൽ മേലോട്ട് താഴോട്ട് എണ്ണുന്നത് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു വാല്യൂ ഇല്ലേ, അതായത് ഇവിടെ 4 അല്ലേ ഏറ്റവും വലുത്, ആ ഒരു വേരിയബിളിനെയാണ് n ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ n = 4 ആണ്. ഓക്കെ, 4 ഇവിടെ ജസ്റ്റ് 4 എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഐ ആണ് അടുത്തായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. ഐ ഇതുപോലെ തന്നെ എടുത്ത് ഇവിടെ എഴുതുക. അതായത് -4, പിന്നെ -3, -2, -1, 0, 1, 2, 3, 4. ഓക്കെ, ഇനി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റാറിൻ്റെ എണ്ണമൊക്കെ എഴുതാം. ആ സ്റ്റാറിൻ്റെ എണ്ണം എഴുതാൻ ഞാൻ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ജെ. ഓക്കെ, ജെൻ്റെ അകത്ത് ഫസ്റ്റ് റോയിലുള്ള സ്റ്റാർ 1 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 5 ആണ് അല്ലേ, പിന്നെ 7 ആണ്, പിന്നെ 9 ആണുള്ളത്. സീറോത്ത് റോയിലുള്ളത് 9 സ്റ്റാർ ആണ്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെയാണ് ഇങ്ങോട്ടും പോകുന്നത്, കാരണം ഇതൊരു മിറർ പാറ്റേൺ അല്ലേ. അപ്പോൾ ഇവിടെ 7 ആയിരിക്കും, പിന്നെ 5 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, പിന്നെ 1. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെയുള്ള സ്പേസിൻ്റെ എണ്ണമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ് വേണ്ടത്. അതായത് ഇതിൻ്റെ മുമ്പ് കുറേ സ്പേസ് കണ്ട ആ സ്പേസ് എത്ര എണ്ണം ഉണ്ട് എണ്ണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു എസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, എസ് ഇതെങ്ങനെയാണ് എണ്ണുകയെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കോളമൊന്നും വരച്ചിട്ട് എണ്ണണമെന്നില്ല. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഗ്രിഡ് നോക്കിയിട്ടാണ് തന്നെ. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ എണ്ണെന്ന് വെച്ചാൽ 1, 2, 3, 4. ഓക്കെ, ഇവിടെ 4 സ്പേസ് ഉണ്ട്. ഇനി ഈ ഒരു റോയിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് അറിയാൻ 1, 2, 3 സ്പേസ് ആണ് ഈ ഒരു റോയിലുള്ളത്. ഇനി ഈ സെക്കൻഡ് റോയിലുള്ളത് 0 അല്ല, ഒരു സ്പേസ്, 2 സ്പേസ്. ഈ ഒരു റോയിൽ 2 സ്പേസ് ആണുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു റോയിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് അറിയാം, ഈ ഒരു സ്റ്റാർ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 1.
പിന്നെ ഇവിടെ ഒരു സ്പേസും കാണാതുകൊണ്ട് ആ 0th റോയിൽ 0 തന്നെയാണ് സ്പേസ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് താഴോട്ടും വരിക, കാരണം ഇതൊരു മിറർ പാറ്റേൺ ആണ്. 0 2 3 4. ഇനി ഈ ലാസ്റ്റത്തെ കള്ളിയിൽ എന്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ L എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളാണ് ഇവിടെ ലാസ്റ്റത്തെ യിൽ എഴുതുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഞാൻ L എന്ന് കൊടുക്കാറ്. ഓക്കെ, ഇത് എന്നിട്ട് L എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐ കണ്ട, ഈ ഐയിലുള്ള നെഗറ്റീവ് വാല്യൂവിനെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതും. ഓക്കെ, എന്നിട്ട് പോസിറ്റീവും 0 വാല്യൂവും അതുപോലെ തന്നെ എഴുതും. അതായത് ഇവിടെ പോസിറ്റീവ് മാത്രമാണ് 4 3 2 1 0 1 2 3 4. ഓക്കെ, ഇത്രക്കും കാര്യങ്ങളെ നമുക്ക് ഒരു കള്ളിയിൽ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ കള്ളി എന്തിനാ വരച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ ജെൻ്റെയും എസിൻ്റെയും, അതായത് സ്റ്റാറിൻ്റെയും സ്പേസിൻ്റെയും ഇക്വേഷനാണ് നമുക്ക് ഇതിലൂടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈ രണ്ട് സാധനത്തിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ളത്. അതായത് ഈ എന്നും ഐയും എല്ലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ സ്പേസിൻ്റെയും ഈ ജെൻ്റെയും ഈ ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷനിലായിട്ട് കൊടുക്കുന്ന ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അതാണ് നമുക്കുള്ള ടാസ്ക്. ഇവിടെ ജെൻ്റെ ഇക്വേഷനാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടെത്താൻ നോക്കുന്നത്. ഓക്കെ, ജെൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ, ആ ജെയിലെ ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ റോയിലെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? ജെൻ്റെ 1. ഈ 1 കിട്ടാൻ നമുക്ക് ഇതിലേതൊക്കെ യൂസ് ചെയ്താൽ 1 കിട്ടുമെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഏതെങ്കിലും യൂസ് ചെയ്താൽ 1 കിട്ടുമോ? നമുക്ക് ഈ ഒരു വിധത്തിൽ ചിന്തിക്കാൻ പറ്റും. അതായത് ഈ n മൈനസ് ഐ അല്ല n+i ചെയ്താൽ എത്ര കിട്ടും? ഈ 4 പ്ലസ് മൈനസ് 4, അതായത് 4 മൈനസ് 4 0 ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഒരു +1 ചെയ്താൽ എത്ര വരും? അതായത് n മൈനസ് ഐ പ്ലസ് 1. ഇത് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാലോ, ഇവിടെ 4 മൈനസ് 3 1 അല്ലേ? 1 പ്ലസ് 1 1, അതായത് ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1 ആണ് ആ സെക്കൻഡ് റോയിൽ. ഓക്കെ, അതിൻ്റെ അപ്പുറം 1 കൂടി കൂട്ടിയാൽ 2, പക്ഷെ നമുക്ക് വേണ്ടത് 3 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് അത് കിട്ടില്ല എന്ന് മനസ്സിലായി. ഇനി ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് n മൈനസ് ഐനെ n+i ആണ് × 2 കൊടുക്കുക. അപ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഈ ആദ്യത്തെ റോയിൽ നമ്മൾ നോക്കിയാൽ 4 + i മൈനസ് 4 0, ഇത് 0 ആയി പോകും, 1 ട്രൂ. ഇവിടെ നോക്കിയാലും എത്രയാ? ഇവിടെ 4ഉം മൈനസ് 3യും ചെയ്താൽ 1 ആണ്. 1 × 2 ചെയ്താൽ എത്രയാ? 1 × 2 ചെയ്താൽ 2 ആണ്. 2 + 1 3. അതുപോലെ ഇവിടെയും കറക്റ്റായിട്ട് വരും. അതായത് 4 മൈനസ് 2 2 × 2 4 4 + 1 5. അതുപോലെ ഇതും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഈ 0ൻ്റെ അടുത്തെത്തിയാൽ 4 മൈനസ് 0 4 8 9, അതും കറക്റ്റായിട്ട് ഇവിടുത്തം വരെ അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇവിടുത്തം വരെ കറക്റ്റായി എന്ന് വിചാരിച്ചിട്ട് താഴോട്ട് കറക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയാൽ ഇവിടെ തെറ്റും. കാരണം ഇവിടെ ഇതാ 4, ഇവിടെ n4 തന്നെയാണ്. ഓക്കെ, 4 n ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ. അപ്പോൾ 4 ഇവിടെ മൈനസ് ഐ എന്ന് വെച്ചാൽ ഇവിടെ 1 ആണുള്ളത്. ഓക്കെ, അല്ല 4 + 1 +i എന്നല്ലല്ലേ. അപ്പോൾ 4 + i ഇവിടെ പറ്റത്തില്ല. അതായത് 4ഉം ഈ ഐയും കൂട്ടിയാൽ എത്രയാണ്? അതായത് എന്നും ഐയും കൂട്ടിയാൽ ഇവിടെ 5 ആവും. ഓക്കെ, 5 × 2 10, 10 + 1 11. ജെൻ്റെ വാല്യൂ നമുക്ക് 11 ആണ് ആവശ്യം, ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഈ ഇക്വേഷൻ വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമാകും. അതായത് ഈടെ ഈർത്തം വരെ ട്രൂ ആയിട്ട് കിട്ടിയില്ലേ, ഇതിൻ്റെ താഴോട്ടേക്കാണ് നമുക്ക് പ്രശ്നം കാണിച്ചത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു L എടുക്കും.
ഓക്കെ. എന്നിട്ട് ഇക്വേഷൻ എന്താ വരിക വെച്ചാൽ ഇനി ഇത് വെച്ച് നമുക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായി ഇത് വെച്ചിട്ട് കിട്ടുമോ നോക്കാം. അതായത് ഇവിടെ എന്നും എല്ലും കൂട്ടിയാൽ നമുക്കിത് കിട്ടില്ല. ഇത് രണ്ടും മൈനസ് ചെയ്താൽ 0 ആയിപ്പോൾ. അപ്പോൾ അതിൻ്റെ അപ്പുറം 1 കൂട്ടിയാൽ നമുക്ക് ഇവിടുത്തെ വേണ്ട ഈ ഒരു ഇത് ജയ കിട്ടി. ഓക്കെ. ഇനി താഴോട്ടേക്ക് വന്നാൽ ഇത് രണ്ടും കുറച്ചാൽ 1 ആണ് വരുന്നത്. അതായത് ഇത് രണ്ടും കുറച്ചാൽ 1 + 1 2 അല്ലേ, പക്ഷെ നമുക്ക് വേണ്ടത് 3 ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻറ്റു 2 ചെയ്ത് നോക്കാം. ഓക്കെ. ഇൻറ്റു 2 ചെയ്താൽ n-l എത്രയാ? ഇതാ n-l ചെയ്താൽ നേരത്തെ ചെയ്തല്ല നമ്മൾ 1 × 2 3 അല്ല 1 × 2 2 2 + 1 3. ഓക്കെ. അതുപോലെ എഴുതുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വരും. ഇനി ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത n4 തന്നെയാണ്, ഇവിടെ i1 ആണ്. ഓക്കെ, i1 ആണ്. അപ്പോൾ 4 - l ചെയ്താൽ എല്ലിലെ വാല്യൂ 1 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 4 - 1 എത്രയാ? 3 × 2 6 6 + 1 7 കറക്റ്റായിട്ട് ഇവിടെ കിട്ടി. ഓക്കെ. ഇനി താഴോട്ടേക്ക് വന്നാലും ഇവിടെ 4 - 2 എത്രയാ? 4 - 2 2 2 × 2 4 4 + 1 5 ജയിൽ വേണ്ട 5ൻ്റെ വാല്യൂ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജെയിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക 2 × n-l 2 × n-l + 1. ഓക്കെ. ജെയിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സ്പേസ് ഇൻഡിക്കേഷൻ. അത് ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ എൽ തന്നെയാണ് ഇവിടെ കിടക്കുന്ന എസ് ഒന്നും. അതായത് സ്പേസ് ഇൻഡിക്കേഷനായിട്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എല്ലാണ് വേണ്ടത്. ഓക്കെ. അതായത് എല്ലിലുള്ള വാല്യൂ ഈ എസ്സിലുള്ള വാല്യൂ സെയിം അല്ലേ, സെയിം ആണ്. അപ്പോൾ എസ് സ്പേസ് = എൽ ആണെന്ന് മനസ്സിലായി. ഇത്രക്കും കാര്യം നമുക്ക് ആവശ്യമായിട്ടുള്ള. ഇനി ചെയ്ത് നോക്കാം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇൻറ്റ് i ആവശ്യമുണ്ട്, j ആവശ്യമുണ്ട്, എസ് ആവശ്യമുണ്ട്, പിന്നെ n-assign 4 നമ്പർ ഓഫ് റോസ് 4 ആണെന്ന് പറയാം നമ്മൾ ഉറപ്പിച്ച് വെച്ചിരുന്നു 4. ഇനി ഇവിടെ i തുടങ്ങേണ്ട 0 1 തൊട്ടിട്ടല്ല, -n തൊട്ടിട്ട് l > n വരെ പോവുക, i++. എന്നിട്ട് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യല്ല. അല്ലെങ്കിൽ ഇവിടെ കാണാം i-4 തൊട്ടിട്ട് 4 വരെയല്ല പോകണം, അതിന് വേണ്ടിയാണ് -n തൊട്ടിട്ട് n വരാൻ കൊടുത്തത്. ഓക്കെ. ഇനി if കണ്ടീഷൻ്റെ അകത്ത് നമുക്ക് എല്ലിലെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിദ്യ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് l എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും കൂടി ആവശ്യമുണ്ട്. i<0 ആണോ നോക്കുക. i<0 എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ അല്ലേ, ആ ഒരു നെഗറ്റീവ് ഐനെ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് -i എന്ന് കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന i നെഗറ്റീവാണ്, 0നെക്കാളും ചെറുതാണ് i ഈ if കണ്ടീഷൻ വഴി ട്രൂ ആയിട്ടുള്ളിൽ വരുന്ന ആ ഐയിലുള്ള നെഗറ്റീവ് വാല്യൂവിനെ ഒരു -1 ഇൻറ്റു ചെയ്യണം. അതൊരു പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് എല്ലിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇനി അഥവാ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു വാല്യൂനെ നേടിയെടുത്ത് എല്ലിലേക്ക് വെച്ചാൽ മതി. ഓക്കെ. ഇവിടെ കാണില്ല എല്ലിലെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ അതേപോലെ തന്നെ എല്ലിലുള്ള, അതിന് വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷൻ കൊടുക്കുക. നമുക്ക് ആദ്യം വേണ്ട ഇത് മാത്രമാണ്. ഇനി ഫോർ ലൂപ്പ്. ആദ്യം നമുക്ക് ഈ ഒരു ചിത്രം എടുത്താൽ സ്പേസ് അല്ല പ്രിന്റ് ചെയ്യുന്നത്, മുമ്പിൽ സ്പേസ് അല്ല ഉള്ളത്, അതുകൊണ്ട് എസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. എസ് ഫോർ ലൂപ്പ്, സ്പേസിൻ്റെ ഫോർ ലൂപ്പാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് <= 1 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈക്വൽ ടു കൊടുത്തത്. ഓക്കെ.
ഇനി സ്പേസിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കിയേ അല്ലല്ലേ, ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ആഡ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ, എന്നിട്ട് എസ് പ്ലസ് പ്ലസ്. ഇനി ജസ്റ്റ് ഇവിടെ നമ്മൾ പ്രിന്റ് എഫിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, സ്പേസ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളൊരു ഫോർ ലൂപ്പും കൂടി തുറക്കുക. ജെ ഈക്വൽ ടു 1 തൊട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കുക, ജെ ഇക്വേഷൻ നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത് വെച്ചില്ലേ, 2 ഇൻറ്റു എൽ എൻ മൈനസ് എൽ പ്ലസ് 1. ഓക്കെ, അത് കൊടുക്കുക. 2 ഇൻറ്റു എൽ എൻ മൈനസ് എൽ. ഓക്കെ, പുറത്ത് പ്ലസ് 1. ഇനി ജെ പ്ലസ് പ്ലസ് പ്രിന്റ് എഫ് സ്റ്റാറും സ്പേസും. ഒരു ന്യൂ ലൈൻ ലാസ്റ്റ്. ഓക്കെ, ഇതൊക്കെ വർക്കായിട്ട് പോകുമ്പോൾ ഒരു ന്യൂ ലൈൻ അടിക്കണം. അതിന് വേണ്ടി അത് കൊടുത്തത്. ഞാനിവിടെ സ്പേസും ഇവിടെ ഒറ്റ ക്യാരക്ടർ അല്ലേ സ്പേസ് കൊടുത്തത്, അതും ഇവിടെ എന്തിനാണ് 2 ക്യാരക്ടർ സ്പേസ് കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ കണ്ട സ്റ്റാറിന് ശേഷം കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് പ്രിന്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ് ഈ സ്റ്റാറിൻ്റെ അത്ര സ്പേസ് ഞാൻ കൊടുത്തത്. പിന്നെ ഈ ഒരു സ്പേസ് കൊണ്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഈ മുമ്പിലുള്ള സ്പേസ് മാത്രമാണ്, ഇവിടെ 2 ക്യാരക്ടറൊന്നും കൊടുക്കാറ്. ഓക്കെ, ഇതും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഫോർ ലൂപ്പാണ്. ഓക്കെ, സെയിം ആയിട്ടുള്ളതല്ല. ഇത് ജസ്റ്റ് നമ്മളൊന്ന് റൺ ചെയ്താൽ ജസ്റ്റ് നമ്മളൊന്ന് റൺ ചെയ്താൽ കിട്ടും. ഇവിടെ വന്ന് കയറുന്നുണ്ട് എൻ മൈനസ് എൽ. ഓക്കെ, ഇവിടെ സ്പേസ് 2 തന്നെ കൊടുക്കണേ, 2ൻ്റെ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ക്യാരക്ടർ തന്നെ കൊടുക്കണം. ഓക്കെ, അതിനോട് വലിയ മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്പേസ് ആക്കി തന്നെ കൊടുക്കുക. ഇതിൻ്റെ സ്പേസ് എന്തുകൊണ്ടോ 2നും ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 2 ഫോർ ലൂപ്പിലേക്ക് ആക്കി ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക്, അതായത് സ്പേസ് എല്ലാണ്, എല്ലാണ് സ്പേസ്. ഓക്കെ, എൽ പ്ലസ് ഇവിടെയുള്ള ഈ ബ്രാക്കറ്റിലുള്ള ഇൻറ്റു 2 ഇല്ലേ, ആ ഇൻറ്റു 2 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യണം. ഓക്കെ, എന്നിട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ 2 എൻ മൈനസ് 2 എൽ, എന്നിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ ഇൻറ്റു ചെയ്ത്. ഓക്കെ, എന്നിട്ട് ഇവിടെയുള്ള പ്ലസ് 1 പ്ലസ് 1, ഇവിടെയുള്ള എല്ലും ഇവിടെയുള്ള -2 എല്ലും അത് രണ്ടും കൂട്ടിയാൽ എത്ര വരും, അതായത് ഒരു -2 പ്ലസ് ഒരു പ്ലസ് 1. ഓക്കെ, അതായത് -2 പ്ലസ് 1 ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വരും, -1 അല്ലേ. യെസ്, -1 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് ഉണ്ടാകാം ഒരു മൈനസ് എല്ലാടെ ബാക്കിയുണ്ടാവും. പ്ലസ് ഇവിടെ 2 എന്നിനെ കൂട്ടാനായിട്ട് വേറെ കൂട്ടാനും കുറക്കാനും വേറെ ആരുമില്ല, അപ്പോൾ 2n. ഇനി പ്ലസ് ഈ 1നും ഇവിടെ കൂട്ടാനും കുറക്കാനും ആരുമില്ല, അപ്പോൾ 1. ഇതിന് കുറച്ചും കൂടി ഓർഡറിൽ എഴുതി വെച്ചാൽ 2n മൈനസ് എൽ പ്ലസ് 1. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് എടുക്കുക, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് സോൾവ് ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷൻ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതങ്ങ് ഈ ഒരു ഫോർ ലൂപ്പ് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ഈ ഒരു പ്രിന്റ് എഫ് ഒഴിവാക്കിയിട്ട് ഈഫ് കണ്ടീഷൻ കൊടുക്കുക.
ഇഫ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നിങ്ങൾ 0 നിന്ന് തുടങ്ങുന്നെങ്കിൽ ഈക്വൽ ടു നിങ്ങൾക്ക് കൊടുക്കണ്ട. ഓക്കെ, ജെ സ്റ്റാർട്ട് ഫ്രം 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈക്വൽ ടു കൊടുക്കണ്ട. എന്നിട്ട് ഇവിടെ കണ്ടീഷനായിട്ട് കൊടുക്കേണ്ടത് ഇവിടെ സ്പേസിൻ്റെ ഇത് നമ്മൾ ആദ്യം എഴുതി വെച്ചാണ്ട, അതായത് സ്പേസാണ് ഈ എല്ല്, ആ സ്പേസിൻ്റെ എല്ലാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്പേസിൻ്റെ എല്ലാണ് ആദ്യത്തെ ഈഫ് കണ്ടീഷനിൽ കൊടുക്കേണ്ടത്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആ സ്പേസിൻ്റെ ഇക്വേഷൻ എന്താണോ ആ ഒരു ഇക്വേഷൻ ഇവിടെ പുട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അത് ശരിയാണെങ്കിൽ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് സ്റ്റാർ അല്ല സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആടെ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് സ്റ്റാറും സ്പേസും പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക. ഇവിടെ വന്ന മിസ്റ്റേക്ക് ഇവിടെ നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ഇൻറ്റിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തന്നെ കൊടുക്കണം. ഓക്കെ, 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു വിധത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ അതായത് ആ സ്പേസിൻ്റെ ഇക്വേഷനായ എല്ലും 2 ഇൻറ്റു n-l+1 സോൾവ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയത്. ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ എനിക്ക് 2n-l+1 എന്ന സോൾവ് ചെയ്ത ഒരു ഇക്വേഷൻ കിട്ടി. അത് ഞാൻ കൊണ്ടുപോയി ഇവിടെ പുട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എല്ലിൻ്റെ ഇക്വേഷൻ ആയിട്ട് അതായത് സ്പേസിൻ്റെ ഇക്വേഷൻ ഈ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പേസിൻ്റെ ഇക്വേഷൻ കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് സ്പേസ് കൊടുത്ത്, എന്നിട്ട് എൽസ് കേസിൻ്റെ അകത്ത് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് സ്റ്റാറും പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. ഈ ഒരു വിധത്തിൽ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയമണ്ട് സ്റ്റാർ പാറ്റേൺ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.